ഒരു ചായ എടുക്കടേ. നിങ്ങൾക്ക് എന്താ എണീച്ചിരിക്കുന്നത്? ഞാൻ വല്ല ചെകുത്താനോ സുഖം മറ്റാണോ? ഇരിക്കണോ? ഇരിക്കാൻ. മനുഷ്യനെ കണ്ട് മനുഷ്യൻ ഭയക്കും. നിങ്ങൾക്ക് നാണമില്ലേടേ? കാശ് വേണ്ടായിരുന്നു. തനിക്ക് തേയിലയും പഞ്ചസാരൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമോ? എടുക്കടോ കാശ്. പാസ്വേർഡ് ചായ കുടിച്ചെന്ന് വിചാരിച്ച് ഇവിടെ ഒരു കുറവും വരാനില്ല കേട്ടോ. തനിക്ക് കുറവൊന്നുമില്ലെങ്കിലും എനിക്ക് കുറച്ചില്ല. എനിക്ക് ഒരുത്തന്നെ ചക്കാത്ത ആവശ്യമില്ല. മനസ്സിലായോ? ആ നടത്തവും ഭാവമൊക്കെ കണ്ട വലിയൊരു റൗഡിയാണെന്ന് തോന്നുന്നു. പക്ഷെ പട്ടുപോലത്തെ സ്വഭാവ. അത് തന്നെ. രാത്രി വീട്ടിലേക്ക് വന്നാൽ മതി. അധികം കുടിച്ചേച്ച് വന്ന് പോത്ത് പോലെ കിടന്നുറങ്ങും. കത്രീന 10 ദിവസമായിട്ട് ഉണർന്നാലോ? പേടിക്കണ്ട, ഞാനല്ലേ വരാൻ പറഞ്ഞത്. വരാതിരിക്കല്ലേ? തീർച്ചയായിട്ടും. ഹസ്തരേഖ, 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 ഹസ്തരേഖ. കൃത്യമായി. നിന്റെയൊക്കെ ഏത് സമയത്താടാ തല കണ്ടത്? നേരം വെളുത്തിട്ട് ഈ സമയമായി. എത്രയോ മനുഷ്യർ ഇതിലെ കിടന്നു. ഇതവരെ കൈനീട്ടം വിട്ടിട്ടുണ്ടോ? ഞാൻ വീട്ടിൽ പോട്ടെ. ഹസ്തരേഖ, ഹസ്തരേഖ, ഹസ്തരേഖ. ഇതിന്റെയൊക്കെ കയ്യിലല്ല രേഖ. എനിക്ക് 4, 3, 7. ഉടനെ തന്നെ ഒരു വിദേശയാത്രയ്ക്ക് യോഗം കാണുന്നുണ്ട്. വിദേശയാത്ര എന്ന് ഞാൻ പറയുമ്പോൾ കടൽ കിടന്ന് അക്കരെ പോകേണ്ടതായിട്ടുള്ള ഒരു യാത്ര. എന്ത് കറക്റ്റ് പറയുന്നത്? കേട്ടോ? ഒരു വെളുത്ത പുഷ്പത്തിന്റെ പേര് പറയും. ഒരു വെളുത്ത പുഷ്പത്തിന്റെ പേര്. വരട്ടെ, കൈ കാണിക്കട്ടെ. നല്ല ഐശ്വര്യമുള്ള കൈയാണ്. സുബ്രഹ്മണ്യ, സുബ്രഹ്മണ്യ. എന്താ റേറ്റ്? അങ്ങനെ പ്രത്യേകിച്ച് ഒരു റേറ്റ് ഒന്നുമില്ല. എന്നാൽ എന്തെങ്കിലും ഒരു റേറ്റ് വേണ്ടെന്ന് കണ്ടിട്ട് ഒരു റേറ്റ് വെച്ചിട്ടുണ്ട്. 1 രൂപയെ കുറഞ്ഞ് ഞാൻ മേടിക്കാറില്ല. അയ്യോ, ഇപ്പൊ വേണ്ട. പ്രവൃത്തി കഴിഞ്ഞതിന് ശേഷമേ ഞാൻ പ്രതിഫലം പറ്റാറുള്ളൂ. ഈ കയ്യിന്റെ ലക്ഷണം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ബുദ്ധിശക്തിയും കാര്യശേഷിയുള്ള ഒരു കൈയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു ബ്രാഹ്മണ യുവാവുമായിട്ട് അടുത്ത കാലത്ത് ബന്ധപ്പെടാനുള്ള ഒരു യോഗം ഈ കൈ ഹസ്തരേഖ പ്രകാരം കാണുന്നു. അത് വളരെ ആശ്ചര്യകരമായിരിക്കും, ആനന്ദസന്ദായകമായിരിക്കും, എല്ലാം നന്നായിരിക്കും. പിന്നെ നല്ല കാലത്ത് ഗുണം വരാനുള്ള എല്ലാ ലക്ഷണങ്ങളും. അയ്യോ, ഇത് പണം കാണുന്നില്ലല്ലോ. പണം കാണുന്നില്ല? അതെ, ഈ ബാഗിലുണ്ടായിരുന്നു. ആ പണം ബാഗിൽ തന്നെ കാണും. ഇവിടെ ആരും എടുക്കാനില്ല. അയ്യോ, ഞാൻ എന്ത് ചെയ്യും? എനിക്ക് 1 രൂപ തരൂ, ബസ്സിൽ പോകാനാ. വേല കയ്യിലിരിക്കട്ടെ മതാമേ. ഈ വരക്കിപ്പുറം കിടക്കാൻ എന്റെ കാശ് തന്നിട്ട് വേണം. എനിക്ക് പണമില്ലല്ലോ. അയ്യോ, എക്സ്ക്യൂസ് മീ, എനിക്ക് 1 രൂപ തരൂ, ബസ്സിന് പോകാനാ. എന്തിനാ 1 രൂപ? 2 രൂപ ചോട്ട റോഷക്ക് പോയിക്കോളൂ. ഓ, താങ്ക് യു വെരി മച്ച്. ഹസ്തരേഖ, ഹസ്തരേഖ. എടാ മഹാഭാവി, കണ്ട മാപ്പിളച്ചികൾ കൊടുക്കാൻ നിന്റെ കാശുണ്ടായില്ലടാ. ശേഷം പേരോട് ചായ കുടിക്കാതിരിക്കാണല്ലോ. അച്ഛാ, അവളുടെ കാശ് അവൾ കൊണ്ടുപോകുന്നു. അച്ഛന് പണം വേണോ? വിളിച്ചോ. അച്ഛനെ കൈ നോക്കാൻ അറിയാം, പക്ഷെ എനിക്ക് പേഴ്സ് നോക്കാൻ അറിയാം. വല്ല പോലീസുകാരും വരുവാടാ. പട്ടാള വരാ. മിസ്കി മിസ്കി